ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ കൂട്ടുകാരൊക്കെ ചായ കുടിച്ചോ? ഞാനിപ്പോൾ ചായ കുടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ചായയുടെ കൂടെ ഞാനൊരു സ്നാക്സ് എടുത്ത് വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ആക്ച്വലി ഇത് ഞാൻ എന്തുകൊണ്ട് എടുത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ഇത് വന്നിട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇത് വന്നിട്ട് ദീപാവലിക്ക് ഉണ്ടാക്കുന്ന സ്വീറ്റാണ് കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് കർജായ എന്നാണ്. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ പോലെ വരും. ആ ഒരു രീതിയിലൊക്കെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ കൂട്ട് വന്നിട്ട് വേറെ രീതിയിൽ അവർ തയ്യാറാക്കും. പക്ഷേ ഇത് എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് ഇന്നതുപോലെ കർജായ വേണം എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ ദീപാവലി കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ. ഇവളോട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആക്ച്വലി അവൾ പിന്നെ ഇത് ഉണ്ടാക്കിക്കുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇവള് ചെന്നിട്ട് ഇവളുടെ അമ്മയോടോ ചേച്ചിയോടോ ആരോടൊക്കെയോ പറഞ്ഞിട്ട് എന്താ പറയുന്നത്, അമ്മയുടെ വീട്ടിൽ കുറേ കർജായ ഉണ്ടാക്കി, അവളുടെ ചേച്ചിയുടെ വീട്ടിൽ കുറേ കർജായ ഉണ്ടാക്കി, ഇവരെല്ലാം ഉണ്ടാക്കിയിട്ട് ബീനയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വെച്ച് പിന്നെ കൊടുത്തു വിട്ടത്. ആക്ച്വലി പറയാമെന്നുണ്ടെങ്കിൽ ഇന്നലെ മുതൽ തിന്നുവാണ്. എന്നിട്ടും തീർന്നില്ല. ഞാൻ ഒരാഴ്ച ഇന്ന് കഴിച്ചാലും തീരാത്തത്രത്തോളം കർജായ എൻ്റെ ഫ്രണ്ട് അവളുണ്ടാക്കി കൊടുത്തു വിട്ട്. ചില ഫ്രണ്ട്ഷിപ്പുകളെ കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞ സമയത്ത് ആ ദീപാവലി ടൈമിൽ അവർ വീട്ടിലുണ്ടാക്കിയത് ഒരു 5-6 ഉണ്ടായിരുന്നു. അതെനിക്ക് തന്നായിരുന്നു. ഞാൻ വിചാരിച്ചു അത് അതോടുകൂടി കഴിഞ്ഞെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ അവൾ അത് വിട്ടില്ല. പിന്നെ അവളുടെ അമ്മയും കൊണ്ടോ ചേച്ചിയും കൊണ്ടൊക്കെ ഇത് ചെയ്യിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ എനിക്ക് കുറേ കർജായ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അകമൊക്കെ കണ്ടോ, ഇത് നന്നായിട്ട് മൊരിച്ചെടുക്കുന്ന സാധനം. പക്ഷേങ്കിൽ ഇത് സ്വീറ്റാണ്. ശർക്കര പാക്കം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന സംഭവം ഇത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഭയങ്കര ഇഷ്ടം, എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം അന്ന് ദീപാവലി സമയത്ത് ഉണ്ടാക്കി തന്നത് പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളുടെ അമ്മയും കൊണ്ട് ഉണ്ടാക്കിച്ച് ഇന്നലെ കുറേ തന്നു വിട്ടു. ഇന്നലെ മുതൽ ഞങ്ങൾ കഴിക്കുകയാണ്. എന്നിട്ട് അത് തീർന്നിട്ടില്ല. ഇത് 2-3 ദിവസം എനിക്ക് കഴിക്കാനുള്ളതുണ്ട്. ഞാൻ ഒരാൾ മാത്രമല്ല കേട്ടോ, അപ്പൂസും അച്ഛൻ എല്ലാവരും ഞങ്ങൾ മൂത്തമോൻ കഴിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ സ്വീറ്റിനോട് വലിയ താല്പര്യമില്ല. പിന്നെ അവൻ വരുന്നത് ലേറ്റ്, അതുകൊണ്ട് അവൻ കഴിച്ചിട്ടില്ല. ഞങ്ങൾ 3 പേരും എന്തായാലും ഇന്നലെ മുതൽ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ നിൽക്കണേന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സുകളില്ല. പക്ഷേ അതിലുള്ളതിൽ കുറച്ച് ഫ്രണ്ട്സിൽ ഒരാളെ കുറിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ആക്ച്വലി അവൾ കന്നഡക്കാരിയാണ്, ഇവിടുത്തെ ബാംഗ്ലൂരിലെ ആളാണ്. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞ ഉടനെ അവളുടെ വീട്ടിലിരുന്ന് എനിക്ക് കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയും കൊണ്ടൊക്കെ ഉണ്ടാക്കിച്ചിട്ട് സ്വീറ്റ് കൊണ്ട് തന്നതാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ നേരത്തെ എന്നാൽ ശരി തുറന്ന് കഴിച്ചിട്ട് ചായ കുടിക്കാൻ നേരിച്ച് എടുത്തതാണ്. അപ്പോൾ ചുമ്മാതെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതിൻ്റെ പേര് വന്നിട്ട് കർജായ കേട്ടോ. ദീപാവലി സമയത്തെ സ്പെഷ്യലാണിത്. അപ്പോൾ അതെൻ്റെ കൂട്ടുകാർ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചായ കുടിച്ചോ? അപ്പോൾ ഞാനൊരു പീസ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ സൈഡിലോട്ടൊക്കെ വെക്കുക കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ കുറച്ചാണ് ഈ പാത്രത്തിനകത്ത് എടുത്തോണ്ട് വന്നു, ബാക്കി ഇനി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിനകത്ത് കൊള്ളുന്നത് വെറുതെ എടുത്തോണ്ട് വന്നതാണ്. പക്ഷേങ്കിൽ ഇതിനിപ്പോൾ തിരിച്ച് അതുപോലെ ബോക്സിനകത്ത് അങ്ങ് വെക്കും. എന്നുണ്ടെങ്കിൽ അധികം അങ്ങനെ കഴിക്കത്തില്ല. പക്ഷേ ഇത് എത്ര ദിവസം ഇരുന്നാലും ഒന്നും ആവത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നെയ്യപ്പം പോലല്ല, ഇതാണെന്നുണ്ടെങ്കിൽ ഇവർ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ടേസ്റ്റ് അങ്ങനെ വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് പിന്നെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടുണ്ടല്ലോ, കുറച്ച് ദിവസം ഇരുന്നാലും ഒന്നും ആവത്തൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വൈകിട്ടത്തെ ചായയുടെ സ്നാക്സ് ഇതാണ്. ഇന്നലെയാണ് അവൾ കൊണ്ട് തന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഓർത്തപ്പോൾ എൻ്റെ കൂട്ടുകാരോട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സുകളൊക്കെ നമുക്ക് കിട്ടാനെ കൊണ്ട് സുലഭമായിട്ട് കിട്ടാറുള്ളൂ. ആ ഉള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വന്നിട്ട് തേജു എന്നാണ് കേട്ടോ. സോറി, തേജു അല്ല, തേജസ്വിനി എന്നാണ് പേര്. ഞാൻ അവളെ തേജു എന്നാണ് വിളിക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഒക്കെ ഓർത്തിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്തതാണ്. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഞാൻ ഒരു പ്രാവശ്യം ചിപ്പട്ടെ പോയ സമയത്ത് ഞങ്ങൾ തുണി എടുക്കാൻ പോയപ്പോൾ ഞാൻ അവളുമായിട്ടാണ് പോയത്. സാരിയൊക്കെ മേടിക്കാൻ പോയില്ലേ, കുറച്ച് പേരെങ്കിലും ആ വീഡിയോ കണ്ടു കാണും. അതൊന്ന് ഞാൻ പറഞ്ഞ ആളതാ കേട്ടോ. അതെൻ്റെ കൂട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ അതൊന്നും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ടേക്ക് കെയർ, ബൈ.